അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിൻ്റെ തലയൊക്കെ പോയി തിന്നണം, എന്നാൽ ആരോഗ്യത്തിന് നല്ലതാണ്. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ ആട്ടിൻ്റെ തല തിന്നണം, ആട്ടിൻ്റെ കാല് തിന്നണം, ആട്ടിൻ്റെ കൈ തിന്നണം. പക്ഷേ കൈയാണ് ഏറ്റവും നല്ല ഇറച്ചി. അപ്പോൾ ഇത് തിന്നലെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം തിന്നാനാവില്ല. അപ്പോൾ ഇതാണ് ആട്ടിൻ്റെ തല. അപ്പോൾ സംഭവം തന്നെ ഇങ്ങനെ നന്നായി പൊയിങ്ങി എടുക്കണം, കാരണം ഇതിൻ്റെ കച്ചറെല്ലാം പോക്കണം. അപ്പാട് കച്ചറൊന്നും പോക്കാണ്ട് അപ്പാട് ഭാര്യ പണിങ്ങനെ സംഗതി നടക്കൂല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാ, ഇടക്കിടയ്ക്ക് ഒരു ആട്ടിൻ്റെ തല തിന്ന. അപ്പൊ നിങ്ങൾ പറയൂ, എനിക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല തിന്നലാന്ന്. പൈസ ഉള്ള ആൾക്കാർ തിന്നില്ലല്ലോ. പൈസ ഉള്ള ആൾക്കാരും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പേടിയാണ്. കാരണം വെച്ചാല് കൊളസ്ട്രോൾ വരുവോ, അല്ലെങ്കിൽ അങ്ങനെ വരുവോ ഇങ്ങനെ വരുമോ എന്നുള്ള ഒരു ബേജാറുണ്ടാവും. അങ്ങനെ ഒരു ബേജാറും വിചാരിക്കണ്ട. ഞാൻ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി തിന്നാൽ ഒരു പ്രശ്നം വരില്ല. കാരണം എന്താ, തലയെല്ലാം കഴിക്കേണ്ട പോലെ കഴിച്ചിട്ട് തല നമ്മളെ തിന്നു, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാല് കാല് സൂപ്പ് ഞാൻ ഇപ്പൊ അടുത്ത് കാല് ഇല്ല, ഇവിടെ തീർന്നുപോയി. കാല് സൂപ്പ് ഉണ്ടാക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പാട് കാലിട്ട് പുഴുങ്ങി തിന്നാലൊന്നും നല്ലൊന്നുമല്ല. അപ്പോ കാലുണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാല് ഞങ്ങൾ കാണിച്ചു തരാം. നല്ല അടിപൊളി സൂപ്പാണ്. പിന്നെന്ന് പറഞ്ഞാല് നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കൂടുതൽ ഇട്ടാല് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് മുന്നിൽ വരിക, മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം എങ്ങനെയാണ് ഇടുന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. എനിക്കറിയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 10K ഫോളോവർ ആയത് നിങ്ങളെ ഒരൊറ്റ ഇതാണ്, എന്തെന്ന് സപ്പോർട്ട്. ആ സപ്പോർട്ട് കൊണ്ടാണ് എന്തായത് 10K ആയത്. എന്റെ ഒരൊറ്റ പ്രതീക്ഷ വെച്ചാല് 1000K ആണ്. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ജിൻഷാ ബഷീറിന്റെ നമ്പർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ജിൻഷാ ബഷീറിന്റെ നമ്പർ എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് ഞാനിത് തുടങ്ങിയപാട് ഓക്കൊരു മെസ്സേജ് അയച്ചു, നിങ്ങൾ കയറിയിട്ട് ഒരു ഷെയർ ഒന്നും ചെയ്യണ്ട, ഒന്ന് നിങ്ങളൊരു കമന്റ് ഇട്ടൊന്ന് വെച്ച്, ഒരു ലൈക്ക് അടിക്കുമെന്ന് വെച്ച്. പക്ഷെ ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് അതിനൊന്നും മറുപടി തരാണ്ട് എന്ത് ചെയ്ത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ യൂട്യൂബിൽ കയറിയിട്ട് ഞാൻ എന്റെ ഇവിടെ മുന്നിൽ തന്നെ TV ആണ്. ഞാൻ യൂട്യൂബ് നോക്കല് ഇതിന്റെ അകത്തല്ല, ഇതിന്റെ അകത്ത് നമ്മളെ മൊബൈലിന്റെ അകത്തല്ല, TVയിലാണ് നോക്കുക. ഇന്റർനെറ്റെല്ലാം ഫ്രീ ആണ് ഇവിടെ. അപ്പൊ ഞാൻ ഏറ്റവും കുറഞ്ഞ എന്ന് വെച്ചാല് വളരെ കുറവുണ്ടാവുമല്ലോ യൂട്യൂബിന്, പിന്നെ സബ്സ്ക്രൈബർ. അപ്പൊ അവർക്കൊക്കെ സബ്സ്ക്രൈബ് അടിച്ച് അതിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു കമന്റ് എഴുതി കൊടുക്കും, എല്ലാവരും ഈ സപ്പോർട്ട് ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാരാണ് എല്ലാവരെയും ബെല്ലാക്കുന്നത്. ഇപ്പൊ എന്നെ ബെല്ലാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ എന്നെ ബെല്ലാക്കാൻ എനിക്ക് പറ്റൂലല്ലോ. അപ്പൊ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാല്, അപ്പൊ ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോ ഒന്നും അനങ്ങാണ്ട് പോയി കഴിഞ്ഞ. അപ്പൊ ഒന്ന് കാര്യമായിട്ട് ഒരു ലൈക്ക് ഇട്ടിട്ട് കമന്റ് ഇട്ട ഒന്നും നഷ്ടപ്പെടില്ലല്ലോ. ഷെയർ ചെയ്താൽ പ്രശ്നമാണ്. കാരണം വെച്ചാല് അത് പിന്നെ ഓലെ ഇതിനകത്തേക്ക് അരിയത്തേക്കാ പോവുക. ഞാൻ ഷെയറും ചെയ്യേണ്ട ഇടക്കിടക്കെല്ലാം. കാരണം ഞാനും അതേ ഒരു പൈസേന്റെ ആവശ്യമുള്ള ഒരാളെ പിന്നെ ഇതുണ്ടായിട്ട് ഞാനിപ്പോ അതിന്റെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം പൈസേന്റെ നിങ്ങളോട് ഞാൻ പറയുന്നില്ല. പൈസേന്റെ പ്രശ്നമില്ല ഇവിടെ. പൈസ കൊടുക്കുന്നവർ കൊടുക്കുക, കൊടുക്കാത്തവർ കൊടുക്കണ്ട. അപ്പൊ ഞാനെന്ന് പറഞ്ഞാല് 14 വർഷമായി ഞാൻ എന്ത് ചെയ്യുന്നില്ല, 14 രാജ്യത്ത് ജോലി ചെയ്ത്. അത് മാത്രമല്ല എന്റേതായ ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ചതിനോട്ടൊന്നല്ല, എന്നെ പല ആൾക്കാരും പലതും പഠിപ്പിച്ചു തന്നിട്ട്. പക്ഷെ ഞാൻ അതിനെല്ലാം കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഇപ്പൊ ലസാനിയ എന്ന് പറഞ്ഞ സാധനം, ലസാനിയ എന്നെല്ലാം പറഞ്ഞ സാധനം ഇറ്റലിക്കാരുണ്ടാക്കുന്നതിനേക്കാൾ നന്നാക്കി ഞാൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് പറഞ്ഞാല് പറയാനാവൂല. കാരണം ഒക്കെ ഞാൻ ഉണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞാല് അത് ഇവിടുന്ന് തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി. ഇവിടെ 10-20 ആള് 30 ആളെ പാർട്ടി അയച്ചിട്ടുണ്ടാകുന്നേരം എന്നോട് വന്നിട്ട് കിച്ചണെന്ന് പറയും. ഞാൻ അവിടെ പ്ലേറ്റ് തന്നായിരിക്കും. പ്ലേറ്റ് കാണേണ്ട രക്ഷയില്ല. ഈ അറബിയോടൊപ്പം പണിത പ്ലേറ്റ് എല്ലാം കാണും, എല്ലാവരുടെ രക്ഷയില്ല. കാരണം ഷെഫാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. ആയതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്തോ, എന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ഞാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന പൈസയൊന്നും ഞാൻ എന്ത് ചെയ്യൂല, എപ്പാട് ഞാൻ മിണുങ്ങൊന്നുമില്ല. ഞാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെല്ലാം പോകുന്ന ഒരു സ്ഥലമുണ്ട് എടാ, ഡയാലിസിസ് സെന്റർ, CH സെന്ററിന്റെ ആടത്തേക്ക് എന്നെ കിട്ടുന്ന 10 റുപ്യ ഞാൻ എന്ത് ചെയ്യും. ഞാനത് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചത് 10 റുപ്യ കിട്ടിയാലല്ലേ എന്ന്. പക്ഷെ പറയുന്നുണ്ട് ഇപ്പം 10 10 ജാസ്തി കിട്ടിയ വർഷം വരെ. ഞാൻ അടുത്ത് തന്നെ യൂട്യൂബും തുടങ്ങുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് തുടങ്ങാത്തതിന്റെ കാരണം വെച്ചാൽ എല്ലാം കൂടി എനിക്ക് ഇത് കൊണ്ടുപോകാനാവില്ല. അപ്പോ യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് വേറെ നമുക്ക് എന്തെങ്കിലും പിന്നെ രോഗിയൊക്കെല്ലാം കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞത് CH സെന്ററിന്റെ പിന്നെ ഡയാലിസിസ് സെന്ററിലേക്കാണ് ഞാൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ചില ആൾക്കാരെല്ലാം പറയുന്നുണ്ട്
പിന്നെ അതെന്തിനാ അതിന് കൊടുക്കുന്നതല്ലോ. അപ്പൊ ഞാനത് കൊടുക്കാൻ തീരുമാനിച്ച് കൊടുക്കുക തന്നെ ചെയ്യും. അതായത് ആര് പറഞ്ഞാലും ഞാൻ കൊടുക്കാണ്ടിരിക്കൂല. അപ്പോ പൈസയെല്ലാം കയറൽ തുടങ്ങിക്ക്. പക്ഷെ പൈസ ബാങ്കിലേക്ക് എത്തിക്കില്ല. ബാങ്കിലെത്താൻ കുറച്ച് പോകും. കാരണം വെച്ചാൽ അതിന്റെ പേ ഔട്ട് ഓപ്പൺ ആയില്ല. പേ ഔട്ട് ഓപ്പൺ ആയാലേ അതിന്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇത് ഇന്നലെ പൊങ്ങിയ തലയാണ്. അല്ല ഇന്ന് പൊങ്ങിയ തലയാണ്. അപ്പൊ ഇന്ന് പൊങ്ങിയിട്ട് എന്തെന്ന് വെച്ചാല് ഒരു കറിയും വെക്കണം. ഇതിനെ കൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു കറി വെക്കുന്നുണ്ട്. അതിന് തല ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് 2 റെസിപ്പി വേറെ ഇടുവാനുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാല് ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് ഷെയർ ചെയ്യുക. എനിക്ക് ഒരു വീഡിയോന് 1K കിട്ടിയിട്ടുണ്ട് ലൈക്ക്. വേറൊരു വീഡിയോന് 1K കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇപ്പൊ രേഖപ്പെടുത്തും, പുറത്തു വിടും. അല്ല ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്ന് വെച്ചാൽ നിങ്ങൾ മേലെ മാത്രം കാണില്ല, കുറച്ചൊന്ന് താഴോട്ടും പോയിട്ട് കാണി. ഇഷ്ടംപോലെ വീഡിയോ താഴായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോ പല രാജ്യത്തു നിന്ന് മെസ്സേജ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒന്നും മറുപടി കൊടുക്കാൻ കാണുന്നില്ല. എന്നാലും ഞാൻ ഇഷ്ടംപോലെ എന്റെ സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, ഇഷ്ടംപോലെ ഞാൻ കൊടുക്കുന്നുണ്ട് സമയം, കൊടുക്കുന്നുണ്ട് മറുപടി. എന്നാൽ ഇത്രയും പറഞ്ഞ് നിർത്തുന്നത്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്.